ഹലോ ഓൾ, ഇന്ന് നമുക്ക് എൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു ലൈഫ് കണ്ടാലോ? പ്രത്യേകിച്ചൊന്നുമില്ല, എന്നെ കണ്ട ആരും പേടിക്കണ്ട. പ്രാന്തി പോലെയാണ് ഞാൻ വരാറ്. എൻ്റെ മുടി ഞാൻ എന്നാണോ അഴിച്ചിട്ടിട്ട് പോയേ അന്നിങ്ങനെ ഞാൻ വരാറ്. അതുകൊണ്ട് എനിക്കിത് സ്ഥിരം കാഴ്ചയാണ് പിന്നെ എൻ്റെ റൂമിൽ പല ലിമിറ്റേഷൻസ് ഉണ്ട്. നിങ്ങൾക്കറിയാം, PG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കുള്ള റൂമല്ല, കുറേ മെമ്പേഴ്സ് ഉണ്ടാവും. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക അങ്ങോട്ട്. മീൻസ് നമുക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ടാവാം, കുറേ നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കാം, കോൺഫിഡൻസ് ഇല്ലാതിരിക്കാം. പക്ഷേ എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുന്നത് ഇംപെർഫെക്ഷൻസ് എന്നാണ്. അല്ലാതെ ആരും എല്ലാം പെർഫെക്റ്റ് ആയിട്ടൊരു കാര്യം ചെയ്യുന്നില്ല. നമ്മളെ കളിയാക്കാൻ കുറേ പേരുണ്ടാവും. ഇപ്പോഴും ഞാൻ യൂട്യൂബിൽ മാത്രമേ വീഡിയോസ് ഇടാറുള്ളൂ. ബിക്കോസ് ഇൻസ്റ്റയിൽ വീഡിയോ ഇടാൻ ഇപ്പോഴും എനിക്ക് പേടിയാണ്. ബിക്കോസ് എൻ്റെ ഫ്രണ്ട്സ് കളിയാക്കൂ. ഞാനും അങ്ങനെ വിചാരിക്കുന്ന ഒരാൾ തന്നെയാണ്. പക്ഷെ എന്നാലും ഞാനിത് സ്റ്റാർട്ട് ചെയ്തു, ഇത് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്കറിയാം, മീൻസ് അത്ര സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല, വ്യൂവേഴ്സ് ഒന്നുമില്ല. ബട്ട് ഐ ജസ്റ്റ് ട്രൈ ഇറ്റ്, അത്രേ ഉള്ളൂ. നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ട്രൈ ചെയ്യുക, എന്നെങ്കിലും സക്സസ് ആവും. നമ്മളെന്താ പറയുക, നമ്മുടെ കൺസിസ്റ്റൻസിയും ഡിസിപ്ലിനൊക്കെയാണ് നമ്മളെ സക്സസ് ആക്കുന്നത്. അല്ലാതെ നമ്മൾ ഒരു ദിവസം കൊണ്ടും ആരും സക്സസ് ആയിട്ടില്ല. ഇപ്പം നമ്മൾ കാണുന്ന പല റിച്ച് ആയിട്ടുള്ള പീപ്പിൾസും ഒരു ടൈമിൽ ഹാർഡ് വർക്കും ഡെഡിക്കേഷനും ഡിറ്റർമൈൻഡ് ആയിട്ടും വർക്ക് ചെയ്തവരായിരിക്കും. അല്ലാതെ അവർ 1 ഡേ കൊണ്ടോ 2 ഡേ കൊണ്ടോ പെർഫെക്റ്റ് ആയവരല്ല. സോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങൾ ഇംപെർഫെക്റ്റ് ആണെന്ന് വിചാരിക്കേണ്ട. എല്ലാവരും ഇംപെർഫെക്ഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. നമ്മളൊരു ദോശ ചുടുമ്പോൾ നമ്മൾ എപ്പോഴും റൗണ്ടായിട്ടല്ല ചൂടുക. നമുക്ക് എക്സാം എഴുതുമ്പോൾ എപ്പോഴും ഫുൾ മാർക്ക് കിട്ടണമെന്നില്ല. നമുക്ക് മാർക്ക് കുറയുമ്പോഴാണ് നമ്മൾ പിന്നെയും ഹാർഡ് വർക്ക് ചെയ്യുക. സോ അതാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ